ഹായ് ഗൈസ്, അപ്പം ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം എന്താ പറയുക, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും കണ്ടു വീണ്ടും. അങ്ങനെ ദേ ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ചക്കക്കുരു മാങ്ങയൊക്കെ കൂട്ടി നല്ലൊരു ചോറൂണൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നതിന് ശേഷം കേട്ടോ, പിന്നെ നല്ല നാടൻ പച്ചക്കറികളൊക്കെ കൂട്ടി ചോറിനുണ്ട്. വീട്ടിലാകുമ്പോൾ ചേട്ടൻ എപ്പോൾ ഇറച്ചി മീനൊക്കെ മേടിക്കുന്നതുകൊണ്ട് അങ്ങനെ പച്ചക്കറിയോടൊന്നും താല്പര്യമില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം അമ്മ മാങ്ങയും ചക്കക്കുരും അതുപോലെ കണ്ണി കണ്ട പച്ചക്കറിയൊക്കെ കൂട്ടി ചോറ് പിന്നെ കഴിക്കാനൊരു ഇഷ്ടമായിരുന്നു കേട്ടോ. അമ്മ അങ്ങനെ എല്ലാം ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറിൻ്റെ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേശം ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലൊക്കെ ഇട്ട് വെച്ച കറിയും പിന്നെ കുറച്ച് പാവയ്ക്ക വറവാക്കിയതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി നല്ലോണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിലങ്ങനെ എപ്പോഴും എന്താ പറയുക പച്ചക്കറിയൊന്നും കൂട്ടി അങ്ങനെ ചോറിനാറില്ല കേട്ടോ. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ മീനിൻ്റെ അംശമൊക്കെ വേണ്ടത് കാരണം പുള്ളിക്കാരൻ എപ്പോഴും മീൻ വാങ്ങും. അപ്പോൾ അങ്ങനെ അത് കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കാറ്. ഇവിടെ വന്നാൽ പിന്നെ പച്ചക്കറി കേട്ടോ. അമ്മ ഇവിടുത്തെ പിന്നെ എന്താ പറയുക ചെറിയ രീതിയിലുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക. അമ്മ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ആയിട്ടോ കറി തരുക, അല്ലാതെ ഇറച്ചി മീനൊന്നും വാങ്ങൂല കേട്ടോ എപ്പോഴും തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഇറച്ചി മീനും നിർബന്ധമൊന്നുമില്ല. പിന്നെ ചേട്ടൻ എപ്പോഴും ഈ ചൂട് എന്താ പറയുക ചൂടൊക്കെ അല്ലേ, പണിക്ക് പോയിട്ട് വരുമ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലും വേണം കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ണി കണ്ട പയറില മത്തയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടോ ഞങ്ങൾ പിന്നെ എന്താ പറയുക കറിയാക്കി കഴിക്കുക. പച്ചക്കറിയൊക്കെ തീ പിടിച്ച വിലയായതുകൊണ്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കറി വയ്ക്കും കേട്ടോ. പിന്നെ മുരിങ്ങയിലൊക്കെ എപ്പോഴും തന്നെ പിന്നെ വറവാക്കി എടുക്കാറുണ്ട്. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ ലേശം. ഇന്നലെ കുറച്ച് തൈര് വാങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി സാലഡും ആക്കി. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സാലഡ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂട്ടി ഒരു ചോറുണ്ണാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ലേശം നേരത്തെ ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യം വിശന്നതുകൊണ്ട് ഞാൻ ലേശം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ വീഡിയോയും പിടിക്കാമെന്നെല്ലാം വിചാരിച്ചു കേട്ടോ. കാരണം പിന്നെന്താ പറയുക, ഇന്നിപ്പോൾ അമ്മ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അനക്കമൊന്നുമില്ല. മറ്റേ അമ്മ ഇവിടെ ഉണ്ടെങ്കിലാട്ടോ എന്തെങ്കിലും വർത്താനമൊക്കെ പറയാൻ ഒരാളുണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് വിറകൊക്കെ പറക്കാൻ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അമ്മ വന്നിട്ട് വേണം ഇനി വിറകൊക്കെ പറക്കാനായിട്ട് ഇങ്ങനെ പോകാൻ വിചാരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കറികളൊക്കെ കൂട്ടി ചോറിനാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കറികളൊന്നും കൂട്ടി ഞങ്ങൾ ചോറിനില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇലക്കറികൾ മാത്രം ഇങ്ങനെ വറവാക്കിയിട്ട് തരൂ കേട്ടോ അമ്മ. ഇപ്പം പിന്നെ കുറച്ചും കൂടി മാറ്റമൊക്കെ വന്നില്ലേ, നമ്മുടെ ജീവിത രീതിയൊക്കെ ഒത്തിരി വ്യത്യാസപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ പച്ചക്കറി ആയിട്ടും കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചോറിന് തരൂ കേട്ടോ. അമ്മ വീട്ടിൽ വന്ന പാവയ്ക്കൊക്കെ ഒലത്താക്കി തന്നാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കറിവേപ്പിലയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ കീറിയിട്ടായിട്ട് അമ്മ പാവയ്ക്കൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളൊന്നും ഉണ്ടാക്കി ഇത്രയും ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും നിങ്ങളുണ്ടാക്കുന്നത് ശരിയാവില്ല, ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. എത്ര നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയാലും അമ്മയുടെ ടേസ്റ്റ് വരില്ല, അതാണ് വലിയ പ്രശ്നം. പിന്നെ ചക്കക്കുരു മാങ്ങയൊക്കെ എല്ലാവരും തന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളും ഉണ്ടാക്കും കേട്ടോ. എനിക്കിങ്ങനെ കുറച്ച് ടേസ്റ്റിൽ കറി കൂട്ടി പഠിച്ചാലോ കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റിലാണ്ട് കറി കൂട്ടുമ്പോൾ എനിക്ക് കലിയാണ്. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയിൽ ഭക്ഷണം കഴിച്ച് പഠിച്ച കാരണം രുചിയില്ലാത്ത ഭക്ഷണം ആരെങ്കിലും തരുമ്പോൾ എനിക്ക് ദേഷ്യമാണെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആ ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ചിക്കനായാലും മീനായാലും പച്ചക്കറി ആണെങ്കിലും എന്ത് തന്നെ വെച്ചാലും അമ്മ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരും. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. ഇവിടെ വന്ന് ചോറൊക്കെ ആസ്വദിച്ചു കേട്ടോ. വീട്ടിലെ ക്വാർട്ടേഴ്സിലാകുമ്പം ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ആസ്വദിച്ചൊന്നും കഴിക്കില്ല കേട്ടോ. ചോറ് കഴിച്ചെങ്കിൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ആ ഒരു പരുവത്തിലാണ് ചോറ് കഴിക്കുക. ഇവിടെ നിന്നാകുമ്പോൾ പിന്നെ പിള്ളേരുടെ ബഹളവും എല്ലാവരും ഒച്ചയും പിന്നെ പുറത്തുനിന്നുള്ള വണ്ടികളുടെ ബഹളവും അതുപോലെ പല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അമ്മ വയ്ക്കുന്ന എന്താ പറയുക ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നവരെ ടാറ്റാ ബൈ ബൈ.